ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററായ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നതിലെ 12ാമത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എക്സസൈസ് 4.11 obtain the frequency of revolution of the electron in its circular orbit. Does the answer depend on the speed of the electron? Explain. അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കിയായിട്ട് വരുന്നൊരു ഭാഗമാണ്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഇതാണ്: ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു ഹോളോ ചേംബർ, ആ ചേംബറിനുള്ളിലേക്ക് ഒരു ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നു. അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സർക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് ആയിരുന്നു 11ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൈക്ലോട്രോണിൻ്റെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തേക്കുന്ന ആ ഒരു ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ഇലക്ട്രോണിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, പിന്നെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതാം. ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു EB/2πm. ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം 1.6 × 10⁻⁻19 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് 6.5 × 10⁻⁻4 ഡിവൈഡഡ് ബൈ 2 × 3.14 ഇൻറ്റു ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻⁻31. ഇത്രയും ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നത് 18.18 × 10⁻6 ഹെർട്സ് എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 18 മെഗാ ഹെർട്സ് എന്ന് എഴുതാം. 10⁻6 എന്ന് പറയുന്നത് മെഗായാണ്, അപ്പോൾ എം കൊടുത്തു.